ഋത്തിക് റോഷനും ജൂനിയർ എൻടിആറും അഭിനയിച്ച വാർ 2 എന്ന ചിത്രം ഇന്നാണ് റിലീസായത്. ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് യശ്രാജ് ഫിലിംസാണ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അയൻ മുഖർജിയാണ്. അയൻ മുഖർജി ഇതിനു മുമ്പ് 1-2 സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ബ്രഹ്മാസ്ത്രയാണ്. ബ്രഹ്മാസ്ത്ര ഒരുപാട് കളക്ഷൻ നേടിയ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സിനിമയും കൂടിയാണ് ബ്രഹ്മാസ്ത്ര എന്ന ചിത്രം. അപ്പോൾ അതിന് ശേഷമാണ് അയൻ മുഖർജി വീണ്ടും ഈ വാർ 2 എന്ന ചിത്രവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. സിനിമയുടെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സഞ്ജിത് ബലഹാരയും അങ്കിത് ബലഹാരയും കൂടിയാണ്. പശ്ചാത്തല സംഗീതം സാധാരണ ഒരു ആക്ഷൻ സിനിമയ്ക്ക് ചേർന്ന ഒരു പശ്ചാത്തല സംഗീതം തന്നെയാണ്. ഒരു കർണകടോരമായി തോന്നിയില്ല, കേൾക്കാൻ സുഖമുണ്ട്. ഒരു വിഷ്വലിനനുസരിച്ചുള്ള മ്യൂസിക് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രീതമാണ് മ്യൂസിക് ഡയറക്ടർ. പാട്ടുകൾ ചെയ്തിരിക്കുന്നത് പ്രീതമാണ്. പ്രീതത്തിൻ്റെ പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഡാൻസ് സീക്വൻസ്, ഋത്തിക് റോഷനും ജൂനിയർ എൻടിആറും കൂടെ ഉള്ള ഒരു ഡാൻസ്, ഒരു ക്ലബിൽ വരുന്ന ഒരു പാട്ടുണ്ട്. അത് വളരെ മനോഹരമായി തന്നെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് സ്റ്റെപ്പുകളും ഒക്കെ ഒരു പുതുമയുള്ളതായി തോന്നി. ഒരു ന്യൂ ജെൻ സിനിമയ്ക്ക് ചേർന്ന ഒരു ചേരുവകയായിരുന്നു ആ പാട്ട് എന്ന് എനിക്ക് തോന്നുന്നു. വാർ 2 എന്ന ചിത്രം യശ്രാജ് ഫിലിംസിൻ്റെ സ്പൈ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമ കൂടിയാണ്. ഇതിൻ്റെ അതുമല്ല, വാർ 2019 വന്ന വാറിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ടും കൂടെയാണ് ഈ വാർ 2 എന്ന ചിത്രം. പിന്നെ ഋത്തിക് റോഷൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീൻ വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ സിനിമ തുടങ്ങുമ്പോൾ ജപ്പാനാണ് കാണിക്കുന്നത്. ജപ്പാനിലൊരു ഫൈറ്റ് സീക്വൻസോട് കൂടിയാണ് സിനിമ തുടങ്ങുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ഫൈറ്റ് സീക്വൻസുകൾ, ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പഞ്ച് ഉള്ളതായി തോന്നിയത് ജൂനിയർ എൻടിആറിൻ്റെ പ്രവേശനം. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീനിൽ തന്നെ അദ്ദേഹത്തിന് നമ്മളെ നോർത്ത് ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് കൂടി എനിക്ക് തോന്നുന്നത് ഋത്തിക് റോഷനേക്കാൾ കൂടുതൽ മികവോടുകൂടിയാണ് ഈ ജൂനിയർ എൻടിആറിനെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അയൻ മുഖർജി എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അയൻ മുഖർജി പല റിവ്യൂവേഴ്സും അയൻ മുഖർജി ബ്രഹ്മാസ്ത്ര ചെയ്തപ്പോൾ ബ്രഹ്മാസ്ത്ര വളരെ മനോഹരമായി ചെയ്തു എന്ന് അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്രയും മികച്ച ഒരു ഡയറക്ടർ തന്നെയാണ് അയൻ മുഖർജി. പിന്നെ സിനിമയിൽ ഉടനീളമുള്ള ആക്ഷൻ സീൻസുകൾ, ഒരു ഇൻ്റർവെൽ വരെ ആക്ഷൻ സീൻസുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ എൻജോയബിൾ ആയിട്ടുള്ളത് തന്നെയായിരുന്നു. കാരണം കൂടുതലും വിദേശ രാജ്യങ്ങളിലാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി കൂടി ചിത്രത്തിന് വന്നിട്ടുണ്ട്. പാട്ട് സീനുമൊക്കെ വിദേശ രാജ്യങ്ങൾ, ആക്ഷൻ സീനുകൾ കൂടുതലും വിദേശ രാജ്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കണ്ടിരിക്കാവുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. ഒരു കല്ലുകടിയായി ഒന്നും തോന്നിയില്ല. സിനിമയിലുടനീളം ആക്ഷൻ സീക്വൻസുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് സെൻറ്റിമെൻ്റൽ രീതിയിൽ സിനിമ പോകുന്നുണ്ട്. അവിടെ സ്വപ്പം ഒരു എഴച്ചിലുള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഇൻ്റർവെല്ലിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം, ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഉള്ള ഫസ്റ്റ് 1 മണിക്കൂറിന് ശേഷം വീണ്ടും സിനിമ ട്രാക്കിലേക്ക് കയറുന്നു. മറ്റൊരു തലത്തിലേക്ക് സിനിമ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്നിട്ട് ഫലം കണ്ടില്ല എന്നില്ല. ചിത്രം ഒരു എൻ്റർടൈനർ സിനിമയാണ്. കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കില്ല. ഇപ്പോൾ നമ്മൾ പത്താൻ കണ്ടു, ടൈഗർ 3 കണ്ടു. അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ഇതുപോലെയുള്ള ആക്ഷൻ സീരീസിൽ, അതായത് ആക്ഷൻ സിനിമകളുടെ ഒരു കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു ചിത്രമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. പിന്നെ ഋത്തിക് റോഷനും ജൂനിയർ എൻടിആറും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നായികയായിട്ട് വന്നിരിക്കുന്നത് കിയാര അഡ്വാനിയാണ്. കിയാര അഡ്വാനിയുടെ പെർഫോമൻസും മോശമായില്ല. അതുപോലെ തന്നെ അശുതോഷ് റാണയുടെ ഒരു നല്ല പ്രകടനമായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും സിനിമ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. സിനിമയ്ക്ക് കുറ്റങ്ങൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ സിനിമയ്ക്ക് കുറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ എൻ്റെ വ്യൂവിൽ നമുക്ക് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് വാർ 2 എന്ന ചിത്രം. വീക്കെൻഡിൽ കാണാവുന്ന ഒരു ആക്ഷൻ ചിത്രം.